അച്ഛൻ പുറത്തോട്ടൊന്നും പോയിരുന്നില്ല. അതുകൊണ്ട് ശ്രീയേട്ടൻ വന്നപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു. അപ്പോഴും അച്ചു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ചു എവിടെ പോയി? കഴിക്കാനിരുന്നപ്പോൾ ശ്രീനി ചോദിച്ചു. അവൾ ഗംഗ പോയപ്പോൾ പോയതാ, പിന്നെ വന്നിട്ടില്ല. അമ്മ മറുപടിയും കൊടുത്തു. പിന്നെ ശ്രീനി ഒന്നും ചോദിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിച്ച് എല്ലാം ഒതുക്കി ലച്ചു മുറിയിലേക്ക് പോയി. ഇന്നലെ ശ്രീ ഉണ്ടായിരുന്നു അവളുടെ കുടമുറിയിൽ. ഇന്നവനില്ലാത്തതുകൊണ്ട് അവൾക്ക് ഒരുപാട് ശൂന്യത അനുഭവപ്പെട്ടു. ശ്രീയേട്ടനെ തനിക്ക് എത്ര പെട്ടെന്നാണ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. അങ്ങേരോടൊപ്പം മുടിഞ്ഞ പ്രേമമാണെന്ന് തോന്നും. ചിലപ്പോൾ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കാൻ തോന്നും. പിന്നെ ആളെന്ത് വിചാരിക്കുമെന്ന് കരുതി നോക്കില്ല. ശ്രീയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ അവനില്ലായ്മയിൽ അവനോടുള്ള പ്രണയം ഒന്നുകൂടി വർദ്ധിച്ചു ലച്ചുവിന്. അവൾക്ക് അവനെ ആ നിമിഷം കാണുവാൻ തോന്നി. നടക്കാത്ത കാര്യമായതുകൊണ്ട് അവൻ്റെ തലയിണയും കെട്ടിപ്പിടിച്ച് അവൾ ഉറക്കത്തിലേക്ക് വീണു. വൈകുന്നേരം എഴുന്നേറ്റ് ചായയെല്ലാം കുടിച്ച് സന്ധ്യയാകുമ്പോഴേക്കും അവർ രണ്ടുപേരുടെയും അമ്മയുടെയും അച്ഛൻ്റെയും വസ്ത്രങ്ങളും അലക്കി വിരിച്ചു കുളിച്ചു വന്നു. പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് ഒരു നുള്ളു സിന്ദൂരം നെറുകയിലും ചാർത്തി വിളക്കുമായി ഉമ്മറത്തേക്ക് നടന്നു ലച്ചു. ദീപം ദീപം. ലച്ചു മുന്നോട്ട് നടന്ന് ഉമ്മറത്ത് വിളക്ക് വെച്ചു. അച്ഛനും അമ്മയും എഴുന്നേറ്റ് തൊഴുതു. അമ്മയും ലച്ചുവിനരികിലിരുന്ന് നാമം ജപം തുടങ്ങി. കുട്ടികളും വന്നിരുന്നു. അച്ചു, ഡി അച്ചു. എന്താ അമ്മേ? അമ്മയുടെ വിളി കേട്ട് അച്ചു മുറിയുടെ പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. വിളക്ക് കത്തിച്ചിരിക്കുന്നത് കാണുന്നില്ല നീ? ആ കുന്ത്രണ്ടൊന്നെടുത്ത് വെച്ചിട്ട് വന്നിട്ട് നാമം ജപിക്കുക. ഏത് നേരം അതിൽ തന്നെ, അമ്മ ശകാരത്തോടെ അച്ചുവിനോട് കയർത്തു. അച്ചു ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. ഫോൺ കൊണ്ടുവച്ച് മനസ്സില്ലാ മനസ്സോടെ നാമം ജപിക്കാനിരുന്നു. എല്ലാം കഴിഞ്ഞ് വിളക്ക് കെടുത്തി കൊണ്ടുവച്ചു. ശ്രീ വന്നിട്ടുണ്ടായിരുന്നില്ല. ലച്ചു മുറ്റത്തേക്കിറങ്ങി തുളസിയിൽ നിന്ന് ഒരു ലേശം നുള്ളി മുടിക്കുള്ളിൽ തിരികെ പടിയിൽ വന്നിരുന്നു വഴിക്കണ്ണുമായി തൻ്റെ പ്രിയപ്പെട്ടവനെ കാത്തിരുന്നു. മുറ്റത്ത് ശ്രീയുടെ ബൈക്ക് വന്ന് നിന്നപ്പോൾ ലച്ചു ഉമ്മറത്തു നിന്ന് എഴുന്നേറ്റ് അവനായി കരുതി വെച്ച പുഞ്ചിരി നൽകി. അവളുടെ നിറഞ്ഞ ചിരി കണ്ടപ്പോൾ ക്ഷീണത്തിനിടയിലും ഒരു പുഞ്ചിരി അവൾക്ക് നൽകാൻ അവൻ മറന്നില്ല. നീ എന്നു മുതലാണ് ബാങ്കിൽ പോയി തുടങ്ങുന്നത്? കയ്യിലെ കവർ ലച്ചുവിന് നേരെ നീട്ടിക്കൊണ്ട് ശ്രീ ചോദിച്ചു. നാളെ കഴിഞ്ഞ് പോയി തുടങ്ങണം. എന്താ ചോദിച്ചത്? ഇന്ന് നിൻ്റെ ബാങ്കിലെ ഫ്രണ്ട്സ് ചോദിച്ചു നീ എന്നാ വരുന്നതെന്ന്. ശ്രീയേട്ടൻ കുളിച്ചിട്ടോ? അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. അകത്തേക്ക് കയറുന്നതിനിടയിൽ ലച്ചു പറഞ്ഞു. അതിനൊന്നും മൂളി ലച്ചുവിന് പിന്നാലെ ശ്രീയും അകത്തേക്ക് കയറി. കൊച്ചച്ചാ. ശ്രീ അകത്തേക്ക് വന്നപ്പോൾ കുട്ടികൾ രണ്ടും അവൻ്റെ അടുത്തേക്ക് വന്നു. മിഠായി കൊണ്ടുവന്നില്ലേ കൊച്ചച്ചാ? ഇളയവളായ കിങ്ങിനെ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. ചെറിയമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്. മക്കൾ ചോറൊക്കെ കഴിച്ച് വാങ്ങി കഴിച്ചോട്ടോ. കിങ്ങിണിയെ വാരിയെടുത്ത് ഉമ്മ വെച്ച് അച്ചുവിൻ്റെ കയ്യിലിരിക്കുന്ന ചോറിലേക്ക് നോക്കി ശ്രീ പറഞ്ഞു. ശരി കൊച്ചച്ചാ. എന്നാ കൊച്ചച്ച പോയി കുളിച്ചിട്ട് വരാം. മക്കളിവിടെ ഇരിക്കുക. കയ്യിലിരുന്ന കിങ്ങിണിയെ താഴെ ഇറക്കി പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി. ഇപ്പം ഭാര്യയുടെ കയ്യിലേ കൊടുക്കൂ. ആദ്യം കൊണ്ടുവരുന്നത് മക്കളുടെ കയ്യിലേ കൊടുക്കുമായിരുന്നുള്ളൂ. ഇപ്പം കണ്ടില്ലേ? ഇത് കഴിക്കും പിള്ളേരെ. അച്ചു സ്വയം പിറുപിറുത്ത് കുട്ടികൾക്ക് നേരെ ഒച്ചയിട്ടു. രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടുക്കളയൊക്കെ ഒതുക്കി അമ്മയ്ക്ക് ഗുളികയും എടുത്തു കൊടുത്ത് ഒരു ജഗ്ഗിൽ വെള്ളവും എടുത്ത് ലച്ചു മുറിയിലേക്ക് പോയി. ശ്രീയേട്ടൻ കണ്ണുകളടച്ച് കിടക്കുന്നുണ്ട്. ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആൾക്ക് ശല്യമാകാതെ ബാത്റൂമിൽ കയറി ഒന്നുകൂടി മേല് കഴുകി വന്നു. മുടിയൊന്ന് ചീവി കട്ടിലേക്ക് കിടന്നതേ ഓർമ്മയുള്ളൂ. ഒരു കൈ വന്ന് തന്നെ വരിഞ്ഞു മുറുക്കി. അപ്പോൾ ഉറങ്ങിയില്ലായിരുന്നോ? ലച്ചു തന്നെ കെട്ടിപ്പിടിച്ച് തോളിൽ മുഖം ചേർത്ത് കിടക്കുന്ന ശ്രീയെന്നൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ ലച്ചൂട്ടി വരാതെ ഉറങ്ങോ? ശ്രീ കൊഞ്ചും പോലെ പറഞ്ഞു. അയ്യേ, ശ്രീയേട്ടൻ ഇത്രയ്ക്ക് പഞ്ചാരയായിരുന്നോ? ലച്ചു കളിയാക്കി പറഞ്ഞു. എൻ്റെ ഭാര്യയോടല്ലേ, കുറച്ച് പഞ്ചാരയാകാം. എന്നാ എൻ്റെ പഞ്ചാര ശ്രീയേട്ടൻ കിടന്നുറങ്ങാൻ നോക്കും. ഓ, നീ എന്നെ ഉറക്കണ്ട. ഇവിടെ ഒരാൾ ഇന്ന് എന്തൊക്കെയോ തരാമെന്നോ അങ്ങനെ എന്തൊക്കെയോന്ന് പറഞ്ഞിരുന്നു. ഓ, അപ്പോൾ അതാണല്ലേ കെട്ടിപ്പിടുത്തത്തിൻ്റെ ഉദ്ദേശം? അതേലോ, അത് തന്നെയാണ്. ശ്രീ ഒന്നുകൂടി ലച്ചുവിനെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പതിയെ വയറിൽ ഇക്കിളിയിട്ടു. എന്ത് ശ്രീയേട്ട ചെയ്യുന്നത്? എനിക്ക് ഇക്കിളിയാവുന്നു. ലച്ചു ശ്രീയുടെ കൈയിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോകുന്നില്ലേ ഉള്ളൂ. അതും പറഞ്ഞ് ശ്രീ ലച്ചുവിൻ്റെ മുകളിലേക്ക് കടന്നു. അതുവരെ ഒന്നും തോന്നുന്നിരുന്ന ലച്ചു അവൻ്റെ ആ നീക്കത്തിൽ പരിഭ്രമിച്ചു. എന്ത് ശ്രീയേട്ടാ? അവൾ പരിഭ്രമം കൊണ്ട് ഉമിനീറിറക്കി ചോദിച്ചു. ലച്ചു, ഞാൻ പതിയെ ഇവിടെ ഒന്നും വെച്ചോട്ടെ. ശ്രീ തല താഴ്ത്തി അവളുടെ ചെവിയോരം വന്ന് അവളുടെ അധരത്തിൽ പതിയെ തലോടി ആദ്രമായി ചോദിച്ചു. ലച്ചു ചെവിയിൽ പതിഞ്ഞ് അവൻ്റെ അധരത്തിൻ്റെ ചൂടിൽ പൊള്ളിപ്പിടഞ്ഞു. അവളുടെ മറുപടിക്കായി അവൻ മുഖത്തേക്ക് നോക്കി. അവൻ്റെ പ്രണയാർദ്രമായ മുഖം കണ്ടപ്പോൾ അവൾ മിഴികൾ പൂട്ടി സമ്മതം അറിയിച്ചു. അവൻ പതിയെ അവളുടെ അധരത്തിൽ അവൻ്റെ അധരം കൊണ്ട് തലോടി. അവളുടെ അധരത്തിൻ്റെ മൃദുലതയിൽ അവൻ്റെ ശരീരത്തിൽ ചൂട് പിടിച്ചു. അവൻ നിമിഷ നേരം കൊണ്ട് അവളുടെ അധരത്തെ തൻ്റെ അധരവുമായി കോർത്തു.
അവൻ്റെ അധരത്തിൻ്റെ ചൂടിൽ ലച്ചുവിൻ്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ശ്രീ അവളിലെ മധുകണം നുകർന്നുകൊണ്ടേയിരുന്നു. അവൻ നൽകുന്ന സുഖമുള്ള നോവിൽ ലച്ചു ആലസ്യത്തോടെ മിഴികൾ ചിമ്മി. അവളുടെ കൈകൾ അവൻ്റെ മുടികൾക്കിടയിലൂടെ കടത്തി തലോടിക്കൊണ്ടിരുന്നു. ശ്രീയും അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ച് അവളിലേക്ക് ഒന്നുകൂടി അമർന്നു കടന്നു. അവളിലെ മൃദുലത അവനിൽ അമർന്നു. അവളൊന്ന് ഏങ്ങിപ്പോയി. അധരത്തിലെ തേൻ നുറന്ന് ശ്രീയുടെ നാവുകൾ ലച്ചുവിൻ്റെ നാവുകളുമായി കൊരുത്തു വലിച്ചു. ശ്രീ മതിവരാതെ ലച്ചുവിൻ്റെ ചുണ്ടുകളെ നുകർന്നുകൊണ്ടേയിരുന്നു. ആദ്യമായി അറിയുന്ന സുഖത്തിൽ രണ്ടുപേരുടെയും മിഴികൾ കൂമ്പിയടഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ലച്ചുവിന് ശ്വാസം വിലങ്ങിയപ്പോൾ അവൾ ശ്രീയെ തട്ടിമാറ്റാനായി ശ്രമിച്ചു. എന്നാൽ ശ്രീ മതിവരാതെ നുകർന്നുകൊണ്ടേയിരുന്നു. ലച്ചു അവന് ചെറുതായി നുള്ളി ശബ്ദമുണ്ടാക്കിയപ്പോൾ നോവാതെ അവളുടെ ചുണ്ടിൽ പതിയെ കടിച്ച് ശ്രീ പിൻവാങ്ങി. കിതപ്പോടെ ശ്രീ കട്ടിലേക്ക് കടന്നു. നെഞ്ചിൽ കൈവച്ച് ലച്ചുവും കിതപ്പ് മാറ്റിക്കൊണ്ടിരുന്നു. ശ്രീ ലച്ചുവിനെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി നെറ്റിയിൽ ഉമ്മ വെച്ചു. ലച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. ഒരു ചെറുതാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കൈവിട്ടുപോയി, സോറി, ശ്രീ പതുക്കെ പറഞ്ഞു. ലച്ചു അതിനൊന്ന് പതിയെ ചിരിച്ച് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. സ്ത്രീയും പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വീണു. രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് ലച്ചു മുറ്റം തൂക്കാനിറങ്ങി. എല്ലായിടവും തൂത്തു വന്നപ്പോഴേക്കും ശ്രീ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വന്നിരുന്നു. ഇന്നെന്താ നേരത്തെ ശ്രീയേട്ടാ? ഇന്ന് കടയിൽ ഒരു കല്യാണ പാർട്ടിയുടെ അളവിൽ വരും, സാധനം എടുക്കാൻ, അതുകൊണ്ട് നേരത്തെ പോകണം. ഇന്ന് ശ്രീയേട്ടൻ്റെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് ലച്ചു അടുക്കളയിലേക്ക് ഓടി. വേഗത്തിൽ ഇന്നലെ മാവ് അരച്ചതിൽ നിന്ന് 2 ദോശ നെയ്തൂവി ചുട്ടെടുത്തു. ചായയുമായി ശ്രീക്ക് അരികിലേക്ക് പോയി. ഇന്ന് ശ്രീയേട്ട ചായയും ഈ 2 ദോശയും ശ്രീക്ക് കൊടുത്ത് ലച്ചു പറഞ്ഞു. നീ ഇപ്പം ഇതിനകത്ത് ധൃതി പിടിച്ചുണ്ടാക്കിയത്, ചായ മാത്രം മതിയായിരുന്നു. രാവിലെ തന്നെ ഒഴിഞ്ഞു വരടെ പോകണ്ട ശ്രീയേട്ടാ. ശ്രീയേട്ടൻ കഴിക്കുക, കറിയൊന്നും ആയിട്ടില്ല. അതൊന്നും വേണ്ടെൻ്റെ ലച്ചു, ഇത് മതി. അതും പറഞ്ഞ് ശ്രീ കഴിച്ച് ലച്ചുവിനോട് യാത്ര പറഞ്ഞിറങ്ങി. ഉമ്മറത്തിരുന്ന അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് ശ്രീ ബൈക്കിൽ കയറിപ്പോയി. ശ്രീ പോയി ലച്ചു അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഗേറ്റ് കടന്നൊരു കാറ് വരുന്നത് കണ്ട് അവിടെ തന്നെ നിന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് ലച്ചുവിൻ്റെ മുഖം സന്തോഷത്താൽ തെളിഞ്ഞു. അല്ല, ആരൊക്കെ ഇത്? വരൂ, അകത്തേക്ക് കയറ്. കാറിൽ നിന്നിറങ്ങിയവരെ കണ്ട് ഉമ്മറത്തിരുന്ന അച്ഛൻ പറഞ്ഞു. ചേച്ചി, ഉമ്മ. ഇറങ്ങിയ ഉടനെ ലച്ചുവിനെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ലയ കവളിൽ ഉമ്മ വെച്ചു. ലച്ചുവും തിരികെ അവളെ പുണർന്നു. മോളെ ലച്ചു, സുഖമല്ലേടി? അച്ഛൻ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. സുഖാണച്ചാ. ലച്ചു അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാരി. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറല്ലാരും, വിശേഷം തിരക്കിൽ ഇരുന്നുകൊണ്ടാവും. വന്നവരെ അകത്തേക്ക് ക്ഷണിച്ച് ശ്രീയുടെ അമ്മ പറഞ്ഞു. അകത്തേക്ക് കയറല്ലാരും, വരൂ അപ്പച്ചി. ലച്ചു അമ്മയുടെ കൈ പിടിച്ച് പടികൾ കയറാൻ തുടങ്ങി. ഞങ്ങൾ കുട്ടികളുടെ അച്ഛൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് വേഗം ഇവിടെ വരെ ഒന്ന് ഇവളെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇറങ്ങിയതാ. ലച്ചുവിൻ്റെ കൈ പിടിച്ച് ലച്ചുവിൻ്റെ അമ്മ പറഞ്ഞു. നിനക്കിന്ന് കോളേജില്ലേ? ഉണ്ട് ചേച്ചി, അച്ഛനാക്കാമെന്ന് പറഞ്ഞു. ശ്രീ കടയിലേക്കായിരിക്കും അല്ലേ? വരുമ്പോൾ അവിടെയുള്ള വളവിൽ വെച്ച് കണ്ടിരുന്നു. എല്ലാവരും അകത്തേക്ക് കയറി. സോഫയിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ലച്ചുവിൻ്റെ അച്ഛൻ പറഞ്ഞു. കുട്ടികൾക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്ത് ഹാളിൽ അച്ചുവും ചായ കുടിച്ച് ശ്രീനിയും ഉണ്ടായിരുന്നു. അകത്തേക്ക് വന്നവരെ കണ്ട് ശ്രീനി പുഞ്ചിരിയോടെ എഴുന്നേറ്റു. എന്തൊക്കെയാ ശ്രീ? പുഞ്ചിരിയോടെ തോളിൽ തട്ടിക്കൊണ്ട് ലച്ചുവിൻ്റെ അച്ഛൻ ചോദിച്ചു. നന്നായിരിക്കുന്നു. ശ്രീനിയും അതേ പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. അച്ചു അവരോടൊക്കെ ഒന്ന് പുഞ്ചിരിച്ച് അകത്തേക്ക് പോയി. ലച്ചുവും അമ്മയും അവൾ പോയ വഴിയെ നോക്കി. അപ്പച്ചി എല്ലായിടവും സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. ശ്രീ ഇത്ര നേരത്തെ കട തുറക്കുമോ? അപ്പച്ചി ചോദിച്ച മറുപടിക്കായി ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്നേതോ കല്യാണ പാർട്ടി വരുന്നുണ്ട്, സാധനം എടുക്കാമെന്ന് പറഞ്ഞു. അമ്മ ലച്ചുവിൻ്റെ കൈവിടാതെ സോഫയ്ക്കരികിൽ പിടിച്ചു നിർത്തി. ഇത്രയും ദിവസം കൊണ്ട് ആ അമ്മ മനസ്സിലാക്കുകയായിരുന്നു തൻ്റെ മകളവിടെ ആരായിരുന്നു എന്ന്. അവളുടെ കൈയെത്താത്ത ഒരു സ്ഥലവും ആ വീടിൻ്റെ കോണിലില്ല. എല്ലായിടത്തും അമ്മമാരാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതെങ്കിൽ അവിടെ അവളായിരുന്നു എല്ലാം. കുട്ടികളുടെ അച്ഛൻ പറയുന്നതുപോലെ ആ വീടിൻ്റെ വിളക്കായിരുന്നു ലച്ചു. ലച്ചുവിൻ്റെ അമ്മ നെടുവീർപ്പോടെ ഓർത്തു. അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾ പോന്നപ്പോൾ ആ വീടിൻ്റെ കാര്യവും 2 ദിവസം കൊണ്ട് താളം തെറ്റി. ഞാൻ ചായ എടുക്കാം, അമ്മ അടുക്കളയിലേക്ക്. ഞാൻ എടുത്തോളാം, അമ്മ എവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ലച്ചു അമ്മയെ തടഞ്ഞു. വേണ്ട മോൾ, അവരോടൊക്കെ സംസാരിച്ചിരിക്കുക, അവർ നിന്നെ കാണാനാണ് വന്നിരിക്കുന്നത്. ചായ ഞാൻ എടുത്തോളാം. കുറേ നേരം കഴിഞ്ഞിട്ടും അടുക്കളയിലേക്ക് പോയ അച്ചുവിനെ കാണാഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റതാണ്. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അടുക്കളപ്പടിയിലിരുന്ന് അച്ചു ചായയും ബിസ്ക്കറ്റും കഴിക്കുന്നുണ്ട്. അമ്മ മനസ്സിൽ വിചാരിച്ചത് അവൾ അവരെ കണ്ടപ്പോൾ ചായ എടുക്കാൻ പോയതാണെന്നാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ടും കാണാഞ്ഞിട്ടാണ് ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വന്നത്. ചായയ്ക്ക് പാത്രം എടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അച്ചു തിരിഞ്ഞു നോക്കി. അമ്മ അവളെ ഒന്ന് കടുപ്പിച്ചു നോക്കി.
അവൾ അതിന് പുച്ഛത്തോടെ ഒന്ന് നോക്കി മുഖം തിരിച്ച് ചായ കുടിക്കുന്നതിൽ ശ്രദ്ധിച്ചു. അവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അമ്മയുടെ ചോദ്യത്തിന് ഒന്നും മിണ്ടാതെ അച്ചു മുഖം തിരിച്ചു. മറുപടി ഏതും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയാൻ പോയില്ല. അപ്പുറത്ത് അവരൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ക്ഷമിച്ചു നിന്നു. ചായ ഇറക്കി വെച്ചപ്പോഴേക്കും ലച്ചു അടുക്കളയിലേക്ക് വന്നു. അവളും കണ്ടു അങ്ങോട്ട് വരാതെ അവിടെ ഇരിക്കുന്ന അച്ചുവിനെ. അവൾ ശ്രദ്ധിക്കാനേ പോയില്ല. ലച്ചു വേഗം ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി. ഇതൊന്നും ഉണ്ടാക്കണ്ടേ ചേച്ചി, ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു അച്ഛൻ. ലച്ചു വേഗത്തിലെല്ലാം ചെയ്തു തീർക്കുന്നത് കണ്ടുകൊണ്ടുവന്ന ലയ പറഞ്ഞു. നീ ഒന്നും മിണ്ടായിരുന്നേ, ആദ്യമായിട്ട് വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവുക. നിങ്ങൾ വരുന്നത് അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കരുതിയേനെ, അമ്മയും പറഞ്ഞു. ആഹാ, അച്ചു ചേച്ചി ഇവിടെ ഇരിക്കുകയാണോ? ലയയെ കണ്ട് എഴുന്നേറ്റ് അച്ചു അവളുടെ ചോദ്യത്തിന് എന്തു പറയുമെന്നറിയാതെ ഇളിഭിയായി നിന്നു. എൻ്റെ ചേച്ചിക്കുട്ടിയെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. പാത്രങ്ങളെല്ലാം എടുക്കുകയായിരുന്നു ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ലച്ചു സ്നേഹത്തോടെ തൻ്റെ കുഞ്ഞുനീത്തിയുടെ കവളിൽ തഴുകി. ശ്രീയുടെ അമ്മയും നോക്കിക്കാണുകയായിരുന്നു ലച്ചുവിന് അവളുടെ വീട്ടിൽ എത്ര പ്രാധാന്യമുണ്ടെന്ന്. എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചു. എല്ലാവരെയും കഴിക്കാൻ വിളിച്ചു. ഞങ്ങൾ കഴിച്ചിട്ടല്ല ലച്ചു വന്നത്. അതൊന്നും സാരമില്ല, ഇവിടുന്ന് കഴിക്കാനുള്ള സ്ഥലവും നിങ്ങളുടെ കൊണ്ടാവും. എല്ലാവരും ഇരിക്കുക. സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ലച്ചുവിൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ശ്രീയുടെ അച്ഛൻ പറഞ്ഞു. എല്ലാവരും കഴിക്കാനായിരുന്നു. ശ്രീനിയെയും ശ്രീയുടെ അച്ഛനെയും അവരുടെ കൂടെ ഇരുത്തി. ലച്ചുവും അമ്മയും എല്ലാവർക്കും വിളുമ്പി. അച്ചു അപ്പോഴും ആ പരിസരത്ത് വന്നില്ല. യശോദയുടെ മൂത്ത മരുമകളുടെ വന്നപ്പോൾ അകത്തേക്ക് പോയതാണല്ലോ. കഴിച്ച് കൈ കഴുകാൻ പോയപ്പോൾ അപ്പച്ചി ചോദിച്ചു. അവള് കുട്ടികൾ മൂത്രം ഒഴിച്ച തുണികൾ കഴുകിയിടുക. അവരാരെങ്കിലും ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി നേരത്തെ കരുതി വെച്ച കള്ളം ശ്രീയുടെ അമ്മ പറഞ്ഞു. കുറച്ചു നേരം കൂടി സംസാരിച്ച് അവർ പോകാനിറങ്ങി. കാറിൽ കയറുമ്പോൾ അവരെ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കാനും മറന്നില്ല. ലച്ചു അവർ കണ്ണിൽ നിന്നും മറയുവോളം കൈവീശി കാണിച്ചു. അതുവരെ പുഞ്ചിരിയോടെ നിന്ന അമ്മ അവർ പോകുമ്പോൾ ഉമ്മറത്തേക്ക് വന്ന് അച്ചുവിനെ നേരെ കടുപ്പിച്ചു നോക്കി. നീ എന്താ അച്ചു, വീട്ടിൽ വന്നേരെ കളിയാക്കുകയാണോ? ആദ്യമായിട്ട് അവർ ഇങ്ങോട്ട് വന്നത്. അവർ നീ അപമാനിച്ചതുപോലെ ഇറക്കി വിട്ടു. അമ്മ പൊട്ടിത്തെറിച്ചു. ഇവക്കവരെ കണ്ണിൽ പിടിച്ചിട്ടുണ്ടാവില്ല, അവൾ വലിയ കൊമ്പത്തെയാണല്ലോ. അച്ഛൻ പുച്ഛത്തോടെ അച്ചുവിനെ നോക്കി. ലച്ചു ഒന്നും മിണ്ടാൻ പോയില്ല. കാരണം അത് അവൾ അർഹിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് വന്നവർക്ക് മുമ്പിൽ താനാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവർക്ക് സഹിക്കുമോ? നീ എന്താ അച്ചു ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? നീയാണ് ശ്രീനി ഇവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. നാളെ ഇതിലും വലുത് ചെയ്യുമ്പോഴും നീ ഇങ്ങനെ മിഴുങ്ങസിയാ നോക്കി നിൽക്കണം. അച്ഛന് ദേഷ്യം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശ്രീനി ഒന്നും മിണ്ടിയില്ല. അവനറിയാം അവളോട് ആരും എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. ഈ ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അത് കളയും. അതാണ് അവളുടെ ശീലം. ശ്രീനി അവളെ കടുപ്പിച്ചു നോക്കി. നാളെ നിന്റെ വീട്ടിൽ നിന്ന് ലച്ചു ഇങ്ങനെ ചെയ്താൽ നിനക്ക് സഹിക്കുമോ? ഇല്ലല്ലോ. അതുപോലെയല്ലേ ഇന്ന് അവളുടെ വീട്ടുകാരുടെ മുന്നിൽ അവൾ നാണം കെട്ടത്. അമ്മയ്ക്ക് കലിയടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നെ ഇങ്ങനെ വിസ്തരിക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടേക്ക് വരാൻ തോന്നിയില്ല. അതിലെന്താ ഇത്ര തെറ്റ്? അച്ചു ഉച്ചത്തിൽ പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞ് തൊടി നേരെയാക്കാൻ അച്ഛൻ പറഞ്ഞ ആള് വന്നപ്പോൾ ലച്ചുവും അമ്മയും അതിന് പിറകെയായി. വൈകുന്നേരം എല്ലാവരും ഉമ്മർത്തിരിക്കുമ്പോൾ അമ്മായി വരുന്നത് കണ്ടു. വരുന്നുണ്ട് എൻ്റെ നാത്തൂൻ, വിസ്തരിക്കാനാവും. ഏത് നേരത്താണോ എൻ്റെ കുഞ്ഞിന് ഇങ്ങനൊരു ബുദ്ധിമോശം തോന്നിയത്. അച്ഛൻ്റെ മുഖത്ത് പുച്ഛഭാവം. വാ വാ, ഞാൻ നീ എന്താ വരാത്തേന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അമ്മ ഒരു കളിയാക്കി ചിരിയോടെ അപ്പച്ചിയെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ ചേച്ചിയുടെ ക്ഷണം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല, എൻ്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ. എനിക്ക് കുറയണമൊന്നുമില്ല, ആകെ ഒന്നേ ഉള്ളൂ. അതിനെ ഇങ്ങനെ നിനക്ക് തട്ടിക്കളിക്കാൻ ഇട്ടു തരില്ല. നാത്തുവിൻ്റെ പറച്ചിൽ മൂവരുടെയും കണ്ണുകൾ മിഴിഞ്ഞു. തട്ടിക്കളിക്കാൻ നിന്റെ മോളെന്താ പന്ത് വലുതാണോ? ആസ്ഥാനത്തുള്ള അച്ഛൻ്റെ കോമഡി. ലച്ചുവിന് ചിരി പൊട്ടി. സന്ദർഭം മോശമായതുകൊണ്ട് അടക്കി നിന്നു. എന്നാൽ അത് കണ്ടതും അവളെ ഒന്ന് കടുപ്പിച്ചു നോക്കി. നീ അവളെ കൊണ്ടുവയ്ക്കോ, ആരും നിന്നെ തടയുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഈ പടി തിരിച്ചു കയറണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. അമ്മയുടെ ആ വാക്കിൽ അപ്പച്ചി ഒന്നൊതുങ്ങി. ബാഗുമായി വന്ന അച്ചുവും ആ തീരുമാനത്തിൽ ഞെട്ടി. എന്താ ചേച്ചി, അവളൊരു ബുദ്ധിമോശം കാണിച്ചെന്ന് ചേച്ചിയല്ലേ ക്ഷമിക്കേണ്ടത്? ചേച്ചി എടുത്ത് നടന്നവളല്ലേ? അപ്പച്ചി വേഗം പ്ലേറ്റ് മാറ്റി. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു, അത് വേണ്ടിയിരുന്നില്ല എന്ന്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ നെടുവേർപ്പിട്ടു. എന്തായാലും ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയതല്ലേ, അവിടെ തന്നെ സുഖാസം കഴിയുമ്പോൾ പോരെ. പിന്നീട് ബാഗ് തൂക്കി നിൽക്കുന്ന അച്ചുവിനെ കണ്ട് അച്ഛൻ പറഞ്ഞു. അമ്മ പിന്നെയൊന്നും പറയാൻ പോയില്ല. എന്തേലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. ശ്രീ വീട്ടിലെത്തിയപ്പോൾ നേരം ഒരുപാടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും ലച്ചുവിനെ നാളെ ബാങ്കിൽ പോകേണ്ടതുകൊണ്ടും ഭക്ഷണം കഴിച്ച് ശ്രീ വരുന്നതിന് മുമ്പ് തന്നെ കയറിക്കടന്നു. ശ്രീ വന്നപ്പോൾ അച്ഛൻ വാതിൽ തുറന്നു കൊടുത്തു. ശ്രീനി അച്ചു പോയാൽ പിന്നെ അവിടെ തന്നെയാണ്. ശ്രീ മുറിയിലേക്ക് വന്നപ്പോഴും ലച്ചു ഉറക്കം പിടിച്ചിരുന്നു. അവളെ ശല്യപ്പെടുത്താതെ അവനും കയറിക്കടന്നു. അവളുടെ പുറമേയോട് ചേർന്നു വയറിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് ഉറക്കത്തെ കൂട്ടുപിടിച്ചു.